നമ്മൾ ചെയ്യാൻ പോകുന്നത് നാട്ടിലെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ക്രീം ബണ്ണ്, ജാം ബണ്ണ് എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ബൗളിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടീസ്പൂൺ ഷുഗർ, ഒരു 3 ടീസ്പൂൺ ഷുഗർ വരെ ഇട്ട് കൊടുക്കാമേ. അന്നേരം നല്ല മധുരം വരും. ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോൾട്ട് ഇട്ട് കൊടുത്തു. ഒരു എഗ്ഗ്. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യണം. പിന്നെ ഞാൻ ഇതിൽ ചെറു ചൂട് പാലെടുത്തേക്കുന്നത് മിൽക്ക് 125 ml ആണ് എടുത്തേക്കുന്നത്. 250 ഗ്രാമിന് ഹാഫ് മതിയേ പാല്. അപ്പോൾ കറക്റ്റായിട്ടിരിക്കും നമുക്ക് കുഴയ്ക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. അതിലോട്ട് ഞാൻ 250 ഗ്രാം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് ഞാൻ ഈസ്റ്റ് ചെക്ക് ചെയ്തായതുകൊണ്ട് എനിക്കറിയാം ഇത് പൊങ്ങുമെന്നുള്ളത്. ഇത് ചെക്ക് ചെയ്യാത്തവരാണെങ്കിൽ അത് പൊങ്ങിയിട്ട് മാവിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 3 ടീസ്പൂൺ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ഒരു റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അത് പൊങ്ങുന്നതുവരെ. ഇപ്പം ഞാനൊരു ട്രേയിലോട്ട് കുറച്ച് ബട്ടർ നല്ലോണം ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് നോക്കിയാൽ നമ്മുടെ മാവ് നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുക്കുക. നല്ലതായിട്ട് ഒന്നുകൂടെ കുഴച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇത് ഡിവൈഡ് ചെയ്തെടുക്കുവാണേ. നമുക്ക് ചെറിയ ബോൾസ് ആവശ്യം, കാരണം ഇത് ഇനിയൊന്ന് റൈസ് ആവുക. ഇപ്പം ഞാൻ ഇത്രയും ബോൾസ് ഇതുപോലെ ട്രെയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇത് നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഒത്തിരി ഓയിൽ ഒത്തിരി ചൂടാവരുത്, മിതമായ ചൂടിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ അകമെല്ലാം നല്ലോണം നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പം ഇതുപോലെ പതുക്കെ തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഒരിക്കലും ഓയിലിൻ്റെ ടെമ്പറേച്ചർ കൂടരുത്. ഇപ്പം ഇതേ ഒരു കളറാകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കാം. ഇപ്പം നോക്കി ഞാൻ ഇതെല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇതിപ്പോൾ നമ്മൾ 2 ടൈപ്പാണ് ചെയ്യുന്നത്. ഒന്ന് ജാം ഇത് ഫില്ല് ചെയ്യുന്നുണ്ട്, പിന്നെ ക്രീം ഫില്ല് ചെയ്യുന്നുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്, ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. ഇപ്പം ഞാൻ ക്രീമിന് വേണ്ടി, ബട്ടർ ക്രീമിന് വേണ്ടി ഞാൻ ഐസിങ് ഷുഗർ, ഇപ്പോൾ ഐസിങ് ഷുഗർ ഇല്ലാത്തൊരു നോർമൽ പൗഡർ ഷുഗർ എടുത്താലും മതി. അതിലോട്ട് ഇപ്പോൾ ഐസിങ് ഷുഗർ 4 ടീസ്പൂൺ ആണെങ്കിൽ 2 ടീസ്പൂൺ മതി ബട്ടർ. അത് നല്ലോണം മിക്സ് ചെയ്ത്, ഇപ്പം ഞാനിവിടെ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല, ഞാൻ കൈവച്ച് തന്നെയാണ് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. വിസ്ക് ഉപയോഗിച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ ജാം ഇതുപോലെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ സ്റ്റൗവിലോട്ട് വെച്ച് ഒരു പാനിൽ ചെറുതായിട്ട് ചൂടാക്കി എടുത്താലും മതി. നല്ലതായിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. ഇപ്പം ഞാൻ ഒരു സിസർ, ഇപ്പം ഞാൻ ബേക്കിങ്ങിന് ഉപയോഗിക്കുന്ന സിസർ തന്നെയാണ്. അപ്പോൾ ആ സിസർ വെച്ചാണ് ഞാൻ ഇതൊന്ന് ഒരു ഹോൾ ഇട്ട് കൊടുക്കുവാണ് അതിനകത്തിലോട്ട്. ഞാനിപ്പം ജാം ഫില്ല് ചെയ്യാൻ ചെറിയ ഇതാണ് എടുത്തേക്കുന്നത്, ബണ്ണ്. അപ്പോൾ അതിലോട്ട് ഫില്ല് ചെയ്തിട്ട് ഞാൻ നല്ലതായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ജാം ഫില്ല് ചെയ്യുകയാണ്. നോക്കി ഇതുപോലെ ജാം ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തത് ഞാൻ ബട്ടർ ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒന്ന് ഹാഫ് കട്ട് ചെയ്യുന്നുള്ളൂ, ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നില്ല. കേട്ടോ, നോക്കിക്കേ എന്ത് നല്ലതായിട്ട് അതിനെല്ലാം നല്ല സോഫ്റ്റാണ്. ഇതിലോട്ട് നമ്മൾ ബട്ടർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒത്തിരി ഇടേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ ക്രീം ബണ്ണ് റെഡിയായി. ഇതെല്ലാം വീട്ടിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ. കാണുന്നുണ്ട്, ഞാനത് ഒരു പീസ് കഴിച്ചതാണ്. നോക്കിക്ക് അതിനകത്തിൽ ജാമൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജാം ബണ്ണും ക്രീം ബണ്ണും റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്.